പ്രിയമുള്ളവരെ, FSSAയുടെ പുതിയ അമെന്റ്മെന്റുകൾ പ്രകാരം ഫുഡ് സേഫ്റ്റി ലൈസൻസിന്റെ കാലാവധിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ലൈഫ് ലോങ് വാലിഡിറ്റി ആക്കിയിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ലൈസൻസിന്റെ ഫീസ് ഇനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ലൈസൻസിന്റെ ഫീസ് 5000 രൂപയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപ്ലൈ ചെയ്യുന്ന ടേൺ ഓവർ ത്രിഷോൾഡിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. 1.5 കോടി വരെ വിറ്റ് വരെ ഉള്ളവർക്ക് 100 രൂപയുടെ രജിസ്ട്രേഷൻ മതിയാകും. 1.5 കോടി മുതൽ 50 കോടി വരെ വിറ്റ് വരെയുള്ളവർക്ക് 5000 രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസ് വേണം. 50 കോടിക്ക് മുകളിൽ വിറ്റ് വരെ ഉള്ളവർക്ക് 7500 രൂപയുടെ സെൻട്രൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളുമായിട്ട് FBOs വിളിക്കാറുണ്ട്. അത്തരത്തിൽ വന്ന ഒരു സംശയമാണ് പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ യൂണിറ്റ് നടത്തുന്ന ആളുകളിൽ നിന്ന് വന്നൊരു സംശയം. അതായത് പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ യൂണിറ്റ് നടത്തുന്ന ആളുകളിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഫുഡ് ഐറ്റം ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റം ആണ്. ശരിയാണ്, പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ നിലവിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റം ആണ്. അത്തരത്തിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്റ്റേറ്റ് ലൈസൻസിന് തന്നെ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മതിയാവില്ല എന്ന രീതിയിലുള്ള മെസ്സേജുകൾ വന്നു. എന്നാൽ അത്തരത്തിലുള്ള മെസ്സേജുകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് നിലവിൽ 1.5 കോടി വരെ വിറ്റുവരവുള്ളവർക്ക് സ്റ്റേറ്റ് രജിസ്ട്രേഷൻ 100 രൂപയുടെ രജിസ്ട്രേഷൻ മതിയാകും. എന്നാൽ ചിലരൊഴിച്ച് അവരാരൊക്കെയാണ്? ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ബിസിനസ് നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ പ്രൊപ്രൈറ്ററി ഫുഡ്, അതുപോലെ തന്നെ ഹെൽത്ത് സപ്ലിമെന്റ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ആയുർവേദ ആഹാര കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റംസ്, റേഡിയേഷൻ പ്രോസസ്സിംഗ് ഫുഡ്സ്, നോൺ സ്പെസിഫൈഡ് ഫുഡ്സ്, ഇവയൊക്കെ നിർമ്മിക്കുന്ന നിർമ്മാണ യൂണിറ്റുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും 7500 രൂപയുടെ സെൻട്രൽ ലൈസൻസ് തന്നെ അവരുടെ ടേൺ ഓവർ ഒന്നും നോക്കാതെ തന്നെ എടുത്തിരിക്കണം. അതുപോലെ തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസിന് വേണ്ടിയിട്ടും ടേൺ ഓവർ ഒന്നും നോക്കാതെ തന്നെ FSSAയുടെ സെൻട്രൽ ലൈസൻസ് 7500 രൂപയുടെ സെൻട്രൽ ലൈസൻസ് എടുത്തിരിക്കണം. ഇവരല്ലാത്തവരൊക്കെ 1.5 കോടി വരെ വിറ്റുവരവുള്ളവർക്ക് അത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ കൂടിയും അവർക്ക് FSSAയുടെ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ 100 രൂപയുടെ രജിസ്ട്രേഷൻ അപേക്ഷ കൊടുത്താൽ മതിയാകും. എന്നാൽ 1.5 കോടിക്ക് മുകളിൽ വിറ്റുവരവുണ്ടെങ്കിൽ അവർ 1.5 കോടി മുതൽ 50 കോടി വരെ വിറ്റുവരവുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും സ്റ്റേറ്റ് ലൈസൻസ് 5000 രൂപയുടെ സ്റ്റേറ്റ് ലൈസൻസും 50 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ളവരാണെങ്കിൽ 7500 രൂപയുടെ സെൻട്രൽ ലൈസൻസും തന്നെ എടുത്തിരിക്കണം. അതുകൊണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ കൂടി അവരുടെ ആനുവൽ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് സ്റ്റേറ്റ് രജിസ്ട്രേഷൻ അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ട്. ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വിവരങ്ങൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്